Hey guys, Assalamualaikum. Welcome back to the channel Mr. and Mrs. Talks. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാവൽ വീഡിയോ ആണ്. നമ്മളിന്ന് പോകുന്നത് പോണ്ടിച്ചേരിക്കാണ്. അപ്പം നമ്മൾ ഇറങ്ങിയത് തലേദിവസം രാത്രി ഇറങ്ങി. അപ്പോൾ ഒരു 10 hours യാത്രയുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു വെളുപ്പിന് ഒരു 7 മണി ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 13 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ പോണ്ടിച്ചേരി ആകും. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ നാളായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കസിൻസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. സോ ഗൈസ്, അപ്പം നമ്മൾ തലേന്ന് വൈകിട്ടാണ് പോണ്ടിച്ചേരിക്ക് ഇറങ്ങിയത്. ഒരു 8:30 ആ ടൈമൊക്കെ ആയി. അപ്പം നമ്മൾ പുറത്തുനിന്ന് ചങ്ങനാശ്ശേരിയിലുള്ളൊരു ഹോട്ടലിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. പിറ്റേ ദിവസം രാവിലെ വരെ ഇങ്ങനെ ട്രാവൽ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കുട്ടിക്കാനത്തുണ്ടായിരുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ആ വഴി പോകുമ്പം. അപ്പോൾ അവിടെ ഒന്ന് നിർത്തി കുറച്ച് നേരം ഇറങ്ങിയൊക്കെ നിന്നു. അപ്പം നല്ല ട്രാവൽ ഉള്ളതുകൊണ്ട് എല്ലാവരും കുറച്ച് ഫ്രഷായാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ വെളുപ്പിന് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി എത്തി. ഇത്രയും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. സോ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് നിർത്തി ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും ലോങ് ആയിട്ട് ട്രാവൽ ചെയ്ത് ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത് പോകുന്നത്, പ്രത്യേകിച്ച് കാറിൽ. അപ്പം നമ്മൾ ചെന്നിട്ട് നേരെ ഇന്ത്യൻ കോഫീസിലേക്കാണ് പോയത്. അവിടുത്തെ ബോംബെ ടോസ്റ്റൊക്കെ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ആ ഫുഡിൻ്റെ വീഡിയോയിൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പം നമ്മളൊരു സ്റ്റേ ആയിരുന്നു എടുത്തിരുന്നത്. അതൊരു ഫുൾ വില്ലായിട്ടായിരുന്നു എടുത്തിരുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇച്ചിരി കൂടി കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ, ഇത്രയും പേരുണ്ടല്ലോ എന്ന് കരുതിയാണ് നമ്മൾ അങ്ങനെ എടുത്തത്. 16,000 രൂപ എന്തോ ആയിരുന്നു സ്റ്റേക്ക് വരുന്നത് for 2 days. അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ബ്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിശപ്പൊന്നും എല്ലാവരെയും മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് എഗ് പഫ്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പം നിങ്ങളും ഇതുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സ്റ്റേ, അതായത് ഒരു വില്ല ഫുള്ളായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ റോക്ക് ബീച്ചിലേക്ക് പോയി. നമ്മുടെ റൂമിൻ്റെ തൊട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ബീച്ചിലൊക്കെ പോയി റിഫ്രഷ് ആകാമെന്ന് കരുതിയാണ് നമ്മൾ നേരെ റോക്ക് ബീച്ചിൽ പോയത്. പോണ്ടിച്ചേരിയിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തപ്പോഴേക്കും റോക്ക് ബീച്ചാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി. അങ്ങനെയാണ് പോയത്. പക്ഷെ ചെന്നപ്പോഴാണ് പെട്ടത്. എന്താണെന്ന് വെച്ചാൽ റോക്ക് ബീച്ചിൽ നമുക്ക് ജസ്റ്റ് കാണാമെന്നുള്ളതേ ഉള്ളൂ, അങ്ങോട്ട് ഇറങ്ങാൻ നല്ലവരായിരുന്നില്ല. ഇനി നമ്മൾ ചെന്ന ടൈം അങ്ങനെയാണോ അതോ പൊതുവെ അവിടെ അങ്ങനെ ഇറക്കാറില്ലേ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആകെ പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ബീച്ചിൽ ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വന്നതാണ്. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ കുറച്ചങ്ങ് നടന്നു. അപ്പോൾ അവിടുന്ന് കരിക്കൊക്കെ കിട്ടായിരുന്നു. കരിക്കൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചെന്നാൽ ഫ്രണ്ട് ടൗൺ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് വീണ്ടും വൈകിട്ട് നമ്മൾ ഫ്രഞ്ച് ടൗണിലേക്ക് ഇറങ്ങി. പോണ്ടിച്ചേരിയിൽ പോകണം എന്ന് ആഗ്രഹിച്ചപ്പോൾ തൊട്ട് ഫ്രഞ്ച് ടൗണിൽ ഓരോ ഫ്രെയിംസും ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. പോണ്ടിച്ചേരിയെ പറ്റി പറയുകയാണെങ്കിൽ ഓരോ ഫ്രെയിമും നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഓരോ സ്പോട്ടുകളാണ്. എവിടെ നിന്നാലും നമുക്ക് അടിപൊളി ഫ്രെയിമാണ്, അടിപൊളി ഫോട്ടോസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ഇറങ്ങി. അപ്പം പോകുന്ന വഴി ഫുഡും കൂടി കഴിക്കണം എന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡ് ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അവിടെ ഞാൻ പറയില്ലേ, എവിടെ നിന്നാലും നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസാണ്. ഈ ഒരു ഫ്രഞ്ച് കോളനിയെ വൈറ്റ് ടൗൺ എന്നും പറയും. അപ്പം ഇവിടുത്തെ ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ബിൽഡിങ്ങും ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ കുറേ അധികം ഫ്രഞ്ച് കഫേസ് ഉണ്ട്. ഫ്രഞ്ച് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഫ്രണ്ട് ടൗൺ വിസിറ്റ് ചെയ്യണം. ഇഷ്ടം പോലെ അടിപൊളി ഫ്രഞ്ച് കഫേസൊക്കെ ഉണ്ട്. കുറേ അധികം സ്റ്റേയും ഗവൺമെൻറ് ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആശ്രമമുണ്ട്, ഓർബിന്ദോ ആശ്രമം എന്ന് പറഞ്ഞ്. അങ്ങനെ തന്നെയാണ് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളവിടെ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഫുൾ സൈലൻ്റ് ആയിരിക്കും. നമ്മൾ ഈ കുട്ടിപ്പട്ടാളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ ശരിയായില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ അധികം കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇവിടുത്തെയൊക്കെ സ്റ്റേ ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി വൈബായിരിക്കും. പക്ഷേ കുറച്ച് പൈസയാവും. സ്റ്റേ ഒക്കെ അത്യാവശ്യം നല്ല പൈസ. അതുപോലെ തന്നെ കഫേസിലെ ഫുഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും നല്ല വിശന്നു, രാത്രിയായി. അപ്പോൾ എല്ലാവർക്കും നല്ല ബിരിയാണി കഴിക്കാൻ തോന്നി. അപ്പം ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള തലപ്പാക്കെട്ടു ഡിണ്ടിഗൽ ബിരിയാണി അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഏറ്റവും നല്ലൊരു സ്പോട്ട് നോക്കി ഞങ്ങൾ പോയി. സോ ഇവിടെ നമുക്കറിയാമല്ലോ, പ്ലേറ്റിന് അരി ഇങ്ങനെ വാഴയിലൊക്കെ ആയിരിക്കും സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഡിണ്ടിഗൽ തലപ്പാക്കെട്ട് ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ ഇത് നല്ല സ്പൈസിയാണ്. ഇതിൻ്റെ കൂടെ ചട്നിയും സാലഡും ഒക്കെ വരുന്നുണ്ട്. ചിക്കൻ ഒരു ഇച്ചിരി ഹാർഡായിട്ട് എനിക്ക് തോന്നി. പക്ഷേ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നമ്മൾ പൊതുവേ സ്പൈസസിൻ്റെ ഒക്കെ ആൾക്കാരായതുകൊണ്ട് ഇവരുടെ ആ ഒരു ചട്നി, ആ ഒരു സ്പൈസസ് കോമ്പിനേഷനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അന്നത്തെ ദിവസത്തെ പറ്റി പറയാനാണെങ്കിൽ അത്രയേ ഉള്ളൂ. സെക്കൻഡ് ഡേ എന്ന് പറയുന്നതും നമ്മൾ ഓറോവിൽ പോകാനായിട്ട് രാവിലെ
ഇറങ്ങി 8:30 ആകുമ്പോൾ ഓരോവിൽ എത്തണമെന്നാണ് കരുതിയത്. പക്ഷെ നമ്മളെല്ലാവരും കൂടി ഒരുങ്ങി ഇറങ്ങി വന്നപ്പോൾ തന്നെ 10 മണിയായി. അങ്ങനെ ഏകദേശം ഒരു 11:30 ആയെന്ന് തോന്നുന്നു നമ്മൾ ഓരോവിലെ ആ ഒരു വഴിയൊക്കെ കയറി. അപ്പം ഒന്ന് ഫുഡൊക്കെ കഴിക്കാതാണ് ഇറങ്ങിയത്. അപ്പം നേരെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഹേയ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് പോണ്ടിച്ചേരിയാണ്. നമ്മളിന്ന് പോകുന്നത് ഓരോവിലേക്കാണ്. പോണ്ടിച്ചേരി നമ്മൾ ലിസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഓരോവിൽ. അപ്പം ഞങ്ങളിവിടെ വന്നപ്പം നല്ല ലേറ്റായി, രാവിലെ ഇറങ്ങണമെന്ന് കരുതിയതാണ്, പക്ഷെ നടന്നില്ല. അപ്പോൾ വന്നപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഓരോവിലകത്തേക്ക് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് നോക്കാം. അങ്ങനെ ഓരോവിലിൻ്റെ അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു പെബിൾസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പം ചിക്കൻ നൂഡിൽസും ദോശയും ഒക്കെ ആയിരുന്നു കഴിച്ചത്. അപ്പം ഓരോവിൽ കയറുന്നതിന് തൊട്ട് ഫ്രണ്ടിലൊരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കട കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടീസിനൊക്കെ എന്തെങ്കിലും വാങ്ങാതെ നിവർത്തിയില്ല. പിന്നെ വെയിൽ നല്ലോണം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരു ക്യാപ്പൊക്കെ വാങ്ങി. ഈ ഒരു ക്യൂട്ട് ക്ലോക്ക് ഞങ്ങൾ വാങ്ങി. 80 റുപ്പീസോ 100 റുപ്പീസ് എന്താണ് വരുന്നത്. സോ ഇനി നമുക്ക് ഓരോവിലിനെ പറ്റി പറയാം. പോണ്ടിച്ചേരിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഓരോവിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇതൊരു എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു വില്ലേജ് ആയിട്ടാണ് പറയുന്നത്. ഇവിടെ ജാതിയില്ല, മതമില്ല, വർണ്ണഭേദമില്ല എന്ന് പറയുന്നൊരു വില്ലേജാണ്. ആളുകൾക്ക് എല്ലാവർക്കും ഒരുമയോടെ ജീവിക്കാൻ പറ്റിയ സ്ഥലം. അങ്ങനെയാണ് ഇതിന് ഈ ഒരു ഓരോവിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മുടെ ഒരു ലോക മാനവികതയ്ക്ക് ഒരു മാതൃക എന്നുള്ളതാണ് ഓരോവിലിൻ്റെ ലക്ഷ്യം. ഇവിടുത്തെ പ്രധാന ആയിട്ട് കാണാനുള്ളത് മാട്രി മന്ദിറാണ്. പിന്നെ ഇവിടെ സോളാർ കിച്ചൺ ഉണ്ട്, സോളിറ്റ്യൂഡ് ഫാം ഉണ്ട്. ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇവിടെ കുറേ അധികം സ്റ്റോഴ്സ് ഉണ്ട്, കുറേ അധികം സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഓർഗാനിക് ആണ്. ഇതിലൊരു കെമിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓരോ കാർഡ് വഴിയാണ് ഇവിടെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് നടത്തുന്നത്. പിന്നെ നമ്മുടെ വില്ലുപുരം ജില്ലയുടെ ഭാഗമാണ് ഈ ഒരു ഓരോവിൽ പറയുന്നത്. പോണ്ടിച്ചേരി ഏകദേശം ഒരു 12 കിലോമീറ്റർ മാറിയാണ് ഓരോവിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ളത്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഓരോവിലിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം വായിക്കുമ്പോൾ തന്നെ ഓരോവിൽ എന്താണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഇമേജ് കിട്ടും. ഇത് നമ്മുടെ ഓരോവിലെ മെയിനായിട്ടുള്ള സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ മാട്രി മന്ദിറിൻ്റെ ഒരു മോഡലൊക്കെ അവിടെ ചെല്ലുമ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാൻ പറ്റുന്നവർ മാത്രം ഓരോവിലോട്ട് പോയാൽ മതി. ഈ മാട്രി മന്ദിർ കാണാൻ തന്നെ എനിക്ക് തോന്നുന്നത് അര മണിക്കൂറത്തെ നടത്തമുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയാണ് വന്നതെങ്കിൽ ആളുകൾ പൊഴിഞ്ഞ് അവസാനം ഞങ്ങൾ 5 പേരൊക്കെ പോയുള്ളൂ. കാരണം അത്രത്തോളം നടക്കാനുണ്ട്. മാട്രി മന്ദിർ കാണാനുള്ള എൻട്രി ഫ്രീ ആണ്. നമുക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റും. പക്ഷേ കയറുമ്പോൾ എല്ലാവരും പറയും അങ്ങോട്ട് നടന്നാൽ മതി, തിരിച്ച് ബസ്സുണ്ട്. പക്ഷേ ബസ്സിൽ തിരിച്ച് വരാനുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ക്യൂ എന്ന് പറയുന്നത് ഒരു 1.5 മണിക്കൂർ ഇരുന്നാലും നമുക്ക് തിരിച്ചെത്താൻ പറ്റില്ല. പക്ഷെ നടന്ന് ലാസ്റ്റ് ആ വ്യൂ പോയിന്റ് കാണുമ്പോൾ ഉള്ള സന്തോഷം അടിപൊളിയാണ്. സോ ഇതിൻ്റെ ഒരു ക്രിയേഷൻ അടിപൊളിയാണ് കേട്ടോ. ഒരു വലിയ ഗോൾഡൻ കളർ ഗ്ലോബ് പോലെയാണ് ഇത് കാണുന്നത്. ഇത് 12 ദളങ്ങളുള്ളൊരു വലിയ സ്വർണ്ണഗോളം. ഇതിൻ്റെ പുറഭാഗത്ത് സ്വർണ്ണ ഫലങ്ങൾ കൊണ്ട് പൊതിഞ്ഞാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഇന്നർ ചേംബർ എന്നറിയപ്പെടുന്ന ധ്യാനമുറിയാണ്. ഇതിൽ ഏറ്റവും വലിയ ഒപ്റ്റിക്കലി പെർഫെക്റ്റ് ഗ്ലാസ് ഗ്ലോബ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അതൊരു 10 ഡേയ്സ് മുന്നേയൊക്കെ നമ്മൾ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതിനകത്തേക്ക് കയറാൻ പറ്റൂ. ഓരോവിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ മാട്രി മന്ദിർ മാത്രമല്ല കേട്ടോ കാണാനായിട്ടുള്ള. എന്തൊരു മ്യൂസിക്കൽ ഒരു എക്സിബിഷനും പിന്നെ അല്ലാതെ പോട്രി വർക്ക്ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു 2 മണിക്കൊക്കെയാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോവിലേക്ക് പോകുന്ന ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നി ഈ ഒരു ബാനിയൻ ട്രീ ആണ്. ഇതൊരു ആൽമരമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഇന്ന് ഫോട്ടോസൊക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് നടന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ആകെ വാടിക്കരിഞ്ഞ് കഴിച്ച് ശരിക്കും കറുത്തുപോയി. അപ്പം നമ്മൾ ഓരോവിൽ തിരിച്ചു പോകുന്ന വഴി അഡ്രസ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്, അവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരിടത്തുനിന്ന് നല്ലോണം മീൽ എന്തെങ്കിലും, ബിരിയാണി അല്ല എന്തെങ്കിലും ലഞ്ച് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഞാൻ കേട്ടി. വെറും 250 റുപ്പീസിനല്ല, അടിപൊളി കോംബോ, ലാവിഷ് ചോറും കുറേ അധികം കറികൾ, ഈവൻ ഞണ്ട് വരെ ഉണ്ടായിരുന്നു. ഞണ്ട്, മീൻകറി, ചിക്കൻ, അങ്ങനെ എല്ലാ ഐറ്റംസായിട്ട് നല്ലോണം ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ പ്ലാൻ നേരെ ബോട്ടിങ്ങിന് പോകണമെന്നായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി. അപ്പം ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ കഴിഞ്ഞു പോയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് മാർക്കറ്റിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്താമെന്ന് കരുതി. സോ ഓരോവിലെ നടത്തത്തിൽ മൊത്തം ടയേർഡ് ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനുള്ളൊരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്, അതായത് 3rd ഡേ. ഞങ്ങൾ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ദിവസം അന്ന് നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റിലെ ബോട്ടിംഗ് പ്ലാൻ ചെയ്താണ്. പോണ്ടിച്ചേരി വരികയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇവിടുത്തെ മാംഗ്രൂവ് ഫോറസ്റ്റിലെ ബോട്ടിംഗ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്.
സോ ഈ ഒരു ബോട്ടിങ് അടിപൊളിയാണ്. ഇതിന് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് പെർ പേഴ്സൺ 350 ആണ് വരുന്നത്. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു 200 തന്നു. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഞാൻ വീഡിയോയിൽ കണ്ടു നിങ്ങൾക്ക് 250 ഒരാൾക്ക് പോകാൻ പറ്റും. ഒരുപാടധികം കമ്പനിയുണ്ട് ബോട്ടിൻ്റെയൊക്കെ. അപ്പോൾ പല കമ്പനീസാണല്ലോ. അപ്പം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബാർഗെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ 250 പോകാൻ പറ്റും. പക്ഷേ നിങ്ങളിത് ഒരിക്കലും മിസ് ചെയ്യരുത്. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് ചെന്ന് അവിടെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇത് നമ്മുടെ പൊന്നിയിൻ സെൽവം സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 3 ദിവസം പോണിച്ചതിൽ നിന്നേൽ ഞങ്ങൾക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റിലെ ബോട്ടിങ്. അപ്പം നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്യാതെ വരരുത്, അടിപൊളിയാണ്. അപ്പോൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വീണ്ടും ഒന്നും കൂടിയൊക്കെ ഒന്ന് കറക്കി നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൂമിൽ ചെന്നിട്ട് ചെക്കൗട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോകുന്ന വഴിയിട്ട് നമ്മൾ ഈ സേക്രഡ് ഹാർട്ട് ബസിലിക്ക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോണ്ടിച്ചേരിയിലെ ഫേമസ് ആയിട്ടുള്ള ചേർച്ചാണ്. അപ്പോൾ അതൊന്ന് ഒരു 10 മിനിറ്റ്സ് കാണാനൊക്കെ ഉള്ളതാണ്. നമ്മളപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു. അതായിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് പോയി ബാഗൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നിന്ന് ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോൾ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. പോകുന്ന വഴി സ്റ്റാർ ബിരിയാണി എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള ബിരിയാണി കടയിൽ നിന്ന് ഞങ്ങൾ ബിരിയാണിയും ഒരു പ്ലാറ്ററൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. സോ ഇതായിരുന്നു നമ്മളുടെ പോണ്ടിച്ചേരിയിലെ 3 ദിവസത്തെ മൊത്തം ഒരു യാത്ര. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയും പുതിയ വീഡിയോയിൽ കാണും. സോ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.